ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദുൽഖറും മമ്മൂക്കയും കൂടി ഉപയോഗിക്കുന്ന കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ നമ്മൾ ഫസ്റ്റ് കാറിലോട്ട് വരികയാണെങ്കിൽ ദുൽഖർ ഉപയോഗിക്കുന്ന എക്സ്പെൻസീവ് കാറുകൾ ഒന്നാണ് ഫെറാറി 296 GTB എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് കാറാണ്. ഫെറാറി 296 GTB. ഓക്കെ, ഈ ഒരു വണ്ടിയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ദുൽഖർ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സൂപ്പർ കാറാണ്. ഓക്കെ, ദുൽഖർ ലാസ്റ്റായിട്ട് എടുത്തൊരു കാറാണ് ഫെറാറി 296 GTB എന്ന് പറയുന്നത്. ഓക്കെ, അതുമാതിരി തന്നെ ഫെറാറിയുടെ തന്നെ ഒരു 458 സ്പൈഡറും കൂടി ദുൽഖറിൻ്റെ വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെൻസിൻ്റെ ഒരു SLS AMG വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു പോർഷെ 911 GT3 വരുന്നുണ്ട്. ഒരു പോർഷെ പനമേര ടോർബോ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു BMW M3 വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു BMW X6 വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു Audi Q7 വരുന്നുണ്ട്. അതുപോലെ ഒരു ഡിഫൻഡർ വരുന്നുണ്ട്. ഒരു G-Wagon വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒരു 10-25ഓളം കാറുകൾ ദുൽഖറും മമ്മൂക്കയും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ടോട്ടൽ ഇവരുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു അത്രത്തോളം കാറുകളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കേരളത്തിലത്തെ കാര്യം മാത്രം ഞാൻ പറയണത്. പുറത്ത് വിദേശത്ത് പോവുകയാണെങ്കിൽ അവിടെയും വേറെ കാറുകൾ ഉണ്ടാകും. അങ്ങനെ തുടങ്ങി കേരളത്തിൽ നമുക്കൊരു 10-25ഓളം കാറുകൾ, പഴയ കാറുകളുടെ ഒരു ഓൾഡ് കാറുകൾ കളക്ഷൻ വരെ ദുൽഖറിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അങ്ങനെ തുടങ്ങി 10-25ഓളം കാറുകൾ ഇവരുടെ കയ്യിലുണ്ടാക്കും. ഓക്കെ, ഇവർ ഉപയോഗിക്കുന്ന ഒരു കാറുകൾ, ഒരു എക്സ്പെൻസീവായ കാറുകൾ ഒന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ഫെറാറി 296 GTB എന്ന് പറഞ്ഞത്. ദുൽഖർ റീസെൻ്റ്ലി എടുത്തൊരു കാറാണ്. ഓക്കെ, ഇതാണ് ആ കാറ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ കയ്യിലുള്ള കാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് അത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.